Hey my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. What is next in your life? നിങ്ങളുടെ ലൈഫിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വെരി സൂൺ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം? എന്തൊക്കെയാണ് നിങ്ങൾക്കുള്ള സൈക്കിക് മെസ്സേജ്? എന്തൊക്കെ മേജർ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആസ് യൂഷ്വൽ നിങ്ങൾക്ക് 3 ഗ്രൂപ്പ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഗ്രൂപ്പ് നമ്പർ 1, ഗ്രൂപ്പ് നമ്പർ 2 ആൻഡ് ഗ്രൂപ്പ് നമ്പർ 3. സോ ഏത് കാർഡിനോടാണോ ഏത് പിക്ചറിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് അത് നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി സെലക്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. Alright, let's start with group number 1. Hey, group number 1, what is next in your life and what's really going on in your life, your energy? Group number 1, നിങ്ങളുടെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹിഡൻ ക്വാളിറ്റീസ് ഒക്കെ ഷോക്കേസ് ചെയ്യുന്ന ഒരു ടൈമാണ്, എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ടൈമിലൂടെയാണ് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. സോ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ തന്നെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള കാര്യങ്ങളായിരിക്കാം, ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു ക്വാളിറ്റീസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊരു സ്ത്രീയോ ഒരു പുരുഷനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാസ്കുലിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഫെമിനിൻ കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്കുള്ള ക്വാളിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടെ അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനായിരിക്കാം. നിങ്ങളുടെ നല്ല ഭാഗങ്ങൾ വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അത് ചില ആളുകൾക്ക് അത് സംഭവിക്കുന്നത് നിങ്ങൾ അറിയാതെ വന്നു പോകുന്ന കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നമ്മൾ എപ്പോഴാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റീസ് കാണിക്കുന്നുണ്ടായിരിക്കുക. സോ ചില പ്ലേസിൽ നിന്ന് ഒരു ഇന്റൻഷൻ ആയിട്ടുള്ള ഒരു അറ്റൻഷന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. സോ ചില പ്ലേസിലൊക്കെ നിങ്ങൾ ഒരു നല്ല പേര് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അത് ചില ആളുകൾക്ക് വളരെ നാച്ചുറലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഫാമിലിയിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങളൊരു പുതിയ വീട്ടിലേക്കൊക്കെ പോകുന്നതായിരിക്കാം. ആഫ്റ്റർ മാരേജ് പുതിയ ആളുകളൊക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഇതുപോലത്തെ ഉണ്ടാവുന്ന ചില ഇവന്റ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പുതിയ പ്ലേസിലേക്കൊക്കെ വരുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ പുതിയ ഫാമിലിയിലേക്ക് വരുന്നുണ്ടായിരിക്കാം, അല്ലെ? ആഫ്റ്റർ മാരേജ് മീറ്റ് ചെയ്യാൻ മാത്രമല്ല സംഭവിക്കുന്നത്, നിങ്ങൾ അവരുടെയൊക്കെ ഒരു സ്നേഹം പിടിച്ചു പറ്റുന്നുണ്ട്. അങ്ങനത്തെ ആക്ഷൻസ് നിങ്ങൾ എടുക്കുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾ ഒരുപാട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. വർക്ക് പ്ലേസിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പ്രവൃത്തികള്, നിങ്ങളുടെ സർവീസ് ഒക്കെ വളരെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ചില ആളുകൾ വളരെ നല്ല രീതിയിൽ അതിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്. വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് പ്രപ്പോസൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ഒരുപാട് ആളുകൾ അവരുടെ ഒരു ഇൻട്രസ്റ്റ് നിങ്ങളിലേക്ക് കാണിക്കുന്നതായിരിക്കാം. നിങ്ങൾക്കൊരു പ്രയോറിറ്റി തരുന്നതായിരിക്കാം. നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുന്നതായിരിക്കാം. എവിടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ, എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആരുടെയെങ്കിലും ലൈഫിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ലൈഫിൽ ഒരു മേജർ റോള് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടാലന്റ് ഉണ്ടെങ്കിൽ, ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതോ ആക്ടിങ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടാലന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈമിലേക്കാണ് നിങ്ങൾ വരുന്നത്. ചില ആളുകൾ വളരെ സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട്. മെയിൻലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില ഇവന്റ്സിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ അപ്പിയറൻസിൽ വരുന്ന മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ലൈക്ക് ആഫ്റ്റർ മാരേജ് സിന്ദൂരം വെക്കുന്നത് പോലെ. സോ ഒരു വിസിബിൾ ആവുന്ന ഒരു ചേഞ്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ഇവന്റ് സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ സാധാരണ യൂസ് ചെയ്യാത്ത ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് ധരിക്കാൻ സാധിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ വെയർ ചെയ്യുന്ന സമയത്തായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ചില ക്വാളിറ്റീസ് കണക്ട് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫെമിനിൻ അവേക്കൻ ആവുന്നുണ്ടായിരിക്കാം. ചില ഡ്രസ്സ് ധരിക്കുന്ന സമയത്തായിരിക്കാം, ചില ആളുകളിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്തായിരിക്കാം, ചില ആളുകൾ മീറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കാം. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മൾ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അട്രാക്ഷൻ തോന്നുന്ന ആളുകളെ കാണുന്ന സമയത്ത് നമ്മൾ നാച്ചുറലി അത് ഇംപ്രസ് ചെയ്യാൻ നോക്കും, അല്ലെ? നമ്മുടെ പെരുമാറ്റത്തിന് അപ്പിയറൻസിലൊക്കെ ആ ഒരു മാറ്റങ്ങൾ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും, അല്ലെ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു മാറ്റങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അത് ചില ആളുകൾ ഇന്റൻഷനലി ചെയ്യുന്ന ഒരു കാര്യമാണ്. ബട്ട് എന്താണെന്നുണ്ടെങ്കിൽ അത് ഇന്റൻഷനലി അല്ലെങ്കിൽ അൺഇന്റൻഷനലി ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ളൊരു മാറ്റം, നിങ്ങളെ തന്നെ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു രീതിയിലാണ് അത് കാണുന്നത്.
പല കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓതന്റിക് എനർജി നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അത് ഫെമിനൻ എനർജി ആയിരിക്കാം, മാസ്കുലിൻ എനർജി ആയിരിക്കാം. കുറച്ചുകൂടെ നർച്ചർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്. കാര്യങ്ങളൊക്കെ നോക്കുക, പരിപാലിക്കുക, സ്നേഹിക്കുക, എക്സ്പ്രസ് ചെയ്യുക. കാണുന്ന എല്ലാ കാര്യത്തിനോടും നിങ്ങൾക്ക് സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനോടും ഉണ്ടായിരിക്കാം. ഓക്കെ, അത് ഒരു റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ കാണുന്ന ആളുകളിലായാലും നിങ്ങളെ തന്നെ നിങ്ങൾക്കൊരു മെച്ചുവേർഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു മാറ്റാണ്. ലെറ്റ്സ് സീ എന്താണ് നിങ്ങളുടെ ലൈഫിൽ അടുത്തത് സംഭവിക്കാൻ പോകുന്നത്. വാട്ട് മേജർ ബ്ലെസ്സിങ്സ് ചേഞ്ചസ്, വാട്ട് മേജർ ബ്ലെസ്സിങ്സ് ചേഞ്ചസ്. ഗ്രൂപ്പ് നമ്പർ 1, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്. ഗ്രൂപ്പ് നമ്പർ 1, exactly. Again, it's a double confirmation, Empress and Empress. ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും തുടങ്ങുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് ആരംഭിക്കുക, സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോലെ എന്തോ ഒരു കാര്യം ഒരു ജന്മം നിങ്ങൾ കൊടുക്കുന്നത് പോലത്തെ എന്തോ ഒരു കാര്യത്തിന്, അത് പ്രഗ്നൻസി ആയിരിക്കാം ചില ആളുകൾക്ക്, അതല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ എന്തോ ഒരു പുതിയൊരു കാര്യം നിങ്ങൾ തുടക്കം കുറിക്കുന്നുണ്ട്. അത് മെയിൻലി ലൈക്ക് നിങ്ങളെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ സ്വഭാവം, അതിലുണ്ടാവുന്ന ചില മാറ്റങ്ങളാണ്. ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മേജർ ഷിഫ്റ്റ് നിങ്ങളുടെ സ്വഭാവത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു മേജർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഓരോ ഏജ് കഴിയുന്ന സമയത്ത് നമുക്ക് ഓരോരോ ചേഞ്ച് ഉണ്ടാവും അല്ലെ. ഓരോ ഏജിൽ നമുക്ക് ഓരോ മാറ്റങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഓരോ ഇവന്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. സോ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത്, ഒരു ഫാമിലിയിലേക്ക് വരുന്ന സമയത്ത്, ആഫ്റ്റർ മാരേജ്, ആഫ്റ്റർ പ്രഗ്നൻസി ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ. ചില ആളുകൾക്ക് ജോബിൽ വരുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം, പഠിത്തം കഴിഞ്ഞ് ജോബിലേക്ക് വരുന്ന സമയത്ത്. സോ അങ്ങനത്തെ എന്തോ ഒരു മേജർ ഇവന്റ് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഒന്നുകിൽ നിങ്ങളുടെ സ്റ്റഡി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ജോബിലേക്ക് വരുന്നതായിരിക്കാം, റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിരിക്കാം, നിങ്ങളുടെ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, or ചില ആളുകൾക്ക് നിങ്ങളുടെ മാരേജ് നിങ്ങൾ എൻഡ് ആക്കുന്നതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നിന്ന് നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അതിനും പറ്റിയിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. അതാണ് നിങ്ങൾ എന്തൊരു കാര്യം പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം എന്തൊരു കാര്യം നിങ്ങൾ എൻഡ് ആക്കിയിട്ടാണ് പുതിയൊരു ഫേസിലേക്ക് നിങ്ങൾ വരുന്നത്. ആ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് അഡ്മയർ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് അട്രാക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയില്, നിങ്ങളുടെ സ്വഭാവത്തില്, നിങ്ങളുടെ ലൈഫില്, നിങ്ങളുടെ കാഴ്ചപ്പാടിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾ ഡിഫറെന്റ് പാസ് നിങ്ങളുടെ ലൈഫിൽ ചൂസ് ചെയ്യുന്നുണ്ട്. സോ അത് മേ ബി ലൈക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ നിങ്ങളുടെ കൂടുതൽ ആളുകൾക്കോ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ അതുവരെ ഉണ്ടായിട്ടുള്ള ചില ആഗ്രഹങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കണം. കുറെ കാലമായിട്ട് നിങ്ങൾ ഓക്കെ ഇതായിരുന്നു എന്റെ ആഗ്രഹം എന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യത്തിൽ ഓൾ ഓഫ് സഡൻ ചില മാറ്റങ്ങൾ, അത് പെർമനന്റ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അതുപോലത്തെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ഒരു സോളിറ്റ്യൂഡ് ലൈഫ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, മേ ബി ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫ് പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ലൈഫിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സ്റ്റേജിലൂടെയോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ലൈഫ് സിറ്റുവേഷനിൽ കൂടെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട്. ആൻഡ് ഇനി നിങ്ങളുടെ ഒരു മാറ്റത്തിലേക്കുള്ള ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലെ, എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളത്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഒരു സൈക്കിൾ നിങ്ങൾ എൻഡ് ആക്കിയിട്ട് ഒരു പുതിയൊരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ വരുന്നത്. അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് അത്ര ധൈര്യത്തോട് കൂടിയിട്ടാണ് ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ആൻഡ് മെജോറിറ്റി ആളുകൾക്ക് നിങ്ങൾ അത് ഒറ്റയ്ക്കാണ് ചൂസ് ചെയ്യുന്നത്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന പാത്തിൽ നിങ്ങൾ മാത്രമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അത് മെയിൻലി ലൈക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ പേർപ്പസ് ആയിരിക്കാം. സോ ചില കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ വിട്ടുകളയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കുടുംബം ആയിട്ട് നിങ്ങൾ കരുതിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ കണക്ഷൻ ആയിട്ട് നിങ്ങൾ കരുതിയിട്ടുള്ള ആളുകളായിരിക്കാം, ഒക്കെ നിങ്ങൾ വിട്ടുകളയുന്നുണ്ട്. ആ ഒരു വിട്ടുകളയുന്ന അവിടെ ഒരു വലിയൊരു കറേജ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അത്ര ഒരു സ്ട്രോങ് ഡിസിഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള വളരെ ഉറച്ച തീരുമാനത്തിന്റെ മേലെ നിങ്ങൾ എടുക്കുന്ന ചില കാര്യങ്ങൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങളുടെ ആക്ഷൻ അത്ര സ്ട്രോങ് ആണ്, നിങ്ങളുടെ വാക്കിനേക്കാളും സ്ട്രോങ് ആയിട്ടാണ് നിങ്ങളുടെ ആക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങൾ എന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെ. സോ പ്രോബബ്ലി നിങ്ങൾ ചില കാര്യങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂടുതൽ ആളുകൾക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. യെസ്, കംപ്ലീറ്റ് ഫ്രീഡാണ് നിങ്ങൾക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കാൻ പറ്റും, നിങ്ങൾക്ക് എത്രമാത്രം മറ്റുള്ള ആളുകളെ സ്നേഹിക്കാൻ പറ്റും, നിങ്ങൾക്ക് എത്രമാത്രം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ സാധിക്കും, സെൽഫ്ലെസ് ആയിട്ട് നിൽക്കാൻ സാധിക്കും, ജനറസ് ആയിട്ട് നിൽക്കാൻ സാധിക്കും,
നിങ്ങൾ അങ്ങനെയൊക്കെ ആവാൻ പോകുന്ന ഒരു ടൈമിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. ഓൾറെഡി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം ഇതുപോലത്തെ കാര്യങ്ങൾ. ഓക്കെ, സോ സ്നേഹം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. സോ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള ഒരു മെസ്സേജും അതാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും സ്നേഹമായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഒരു വിഷമകാലം നാച്ചുറലി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നതും അതാണ്. എല്ലാ പ്ലേസിന്നും എല്ലാ ഫേസിന്നും നിങ്ങൾക്കൊരു ഫ്രീഡം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മള് ഫിസിക്കലി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെ. അത് നമ്മൾ ഫിസിക്കലി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഒരു ഹ്യൂമൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നമ്മൾ ലൈഫിൽ വേണം, അല്ലെങ്കിൽ നമുക്കത് സെക്യൂർ ആയിട്ട് തോന്നുന്ന പല കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. സാമ്പത്തികപരമായിട്ടുള്ള കാര്യമായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, പല പല സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റിൽ നിന്ന് നിങ്ങൾ റിലീസ് ആവുന്നതായിട്ടാണ് കാണുന്നത്. എസ്പെഷ്യലി നിങ്ങളുടെ ഈ ഒരു ജേർണി വളരെ സ്പെഷ്യൽ ആണ്. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ കൂടിയാണ്, ഒരുപാട് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ കൂടിയാണ് മിക്ക ആളുകൾ നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. അതുപോലത്തെ ഒരു മാറ്റത്തിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ഈവൻ നിങ്ങൾ ഒരു ടൈമിലൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കണം. പക്ഷെ അതിലൊന്നല്ല നിങ്ങളുടെ ഒരു റിയൽ ഹാപ്പിനെസ് എന്ന് തിരിച്ചറിയുന്ന ചില മൊമെന്റ്സ്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 1. ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള, ഇത്ര കാലമായിട്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ആഗ്രഹിച്ചിട്ടുള്ളത്, എന്താണോ നിങ്ങൾക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ളത്, അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടൈം ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതല്ലാണ്ട് വേറെ എന്തോ ഒരു കാര്യമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതായിരുന്നില്ല നിങ്ങളുടെ ഒരു റിയൽ ഹാപ്പിനെസ്, ഇതായിരുന്നില്ല എന്നുള്ളൊരു ഗ്രേറ്റ് അവേക്കനിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ സെൻസ് ഒരുപാട് അവേക്കൻ ആവുന്നുണ്ട്. ഒരു എല്ലാ പ്ലേസിൽ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു ഫ്രീഡം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾ കാണുന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും നിങ്ങളിലേക്ക് ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ഈവൻ ലൈക്ക് ഇന്റൻഷനലി ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് എൻഡ് ആവുന്നത് നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്തൊരു രീതിയിലായിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയോ അല്ലെങ്കിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെയായിരിക്കാം നിങ്ങളുടെ പല ആക്ഷനും പോകുന്നുണ്ടായിരിക്കാം. നമ്പർ 1, ഇത് ചില ആളുകൾ നിങ്ങൾ ഇതുപോലെയാണ് കണക്ട് ചെയ്യേണ്ടത്. ചില ആളുകളുടെ ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റം വരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്താണ്. മാരേജ്, പ്രഗ്നൻസി, നിങ്ങളുടെ ഒരു പുതിയ ഫേസിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. നിങ്ങളുടെ കരിയറിൽ മേജർ ചേഞ്ച് നിങ്ങൾ എടുക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ പേർപ്പസ് എന്താണെന്ന് തിരിച്ചറിയുന്ന ചില മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. സോ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അഫർമേഷൻ അല്ലെങ്കിൽ ഒരു സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഹയർ സോൾ പേർപ്പസ് കണക്ട് ചെയ്യുന്ന ജോബിലേക്കും റിലേഷൻഷിപ്പിലേക്കും വരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ എപ്പോഴും പറയേണ്ടത് ഐ എം ഗെറ്റിംഗ് ഇൻ ടു എ റിലേഷൻഷിപ്പ് ആൻഡ് ജോബ് ദാറ്റ് ഫോളോസ് മൈ ഹയസ്റ്റ് സോൾ പേർപ്പസ്. ഓക്കെ, സോ കാരണം നിങ്ങളുടെ സോൾ പേർപ്പസ് ആയിട്ട്, നിങ്ങളുടെ സോൾ ആയിട്ട് നിങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ലൈക്ക് നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്തൊരു മാറ്റം. ഗ്രേറ്റ് ഗ്രൂപ്പ് നമ്പർ 1, ഇറ്റ്സ് എ ട്രിപ്പിൾ കൺഫർമേഷൻ ഫോർ യു. Group number 1, it's a triple confirmation for you. The Empress and the Empress. Fertility. ഓക്കെ, സോ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് പ്രഗ്നൻസി എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ഒരു പുതിയൊരു ജന്മാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സോളിന്റെ ഒരു കംപ്ലീഷൻ ആണ്. സോൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ചില പ്ലേസിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു മരമായിട്ട് നിങ്ങൾ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ നിങ്ങളെ കൊണ്ട് ഒരാൾക്കോ അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഒരു ബെനിഫിറ്റ്സ് കിട്ടേണ്ടത്. സോ നിങ്ങൾ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി ചെല്ലുന്ന ഒരുപാട് പ്ലേസിൽ നിങ്ങൾ ഒരു തണലായിട്ട് നിൽക്കുന്നുണ്ട്, ഇൻസ്പയറിംഗ് ആവുന്നുണ്ട്. ഏതൊക്കെയോ രീതിയിൽ നിങ്ങളുടെ സർവീസ് നിങ്ങൾ അതുപോലെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ക്രേവ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാഷൻ നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ സെൽഫായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക. അഗൈൻ നമ്പർ 3, നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൺഫർമേഷൻ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പിരിറ്റ് കൺഫർമേഷൻ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഏഞ്ചൽ നമ്പർ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യമാണ് നമ്പർ 3. ഓക്കെ, നമ്പർ 3 എന്ന് പറയുന്നത് അഗൈൻ റീകൺസിലിയേഷൻ, റീയൂണിയൻ. എവിടെയാണ് റീയൂണിയൻ സംഭവിക്കുന്നത്? നിങ്ങളും നിങ്ങളുടെ ആ ഒരു സോളുമായിട്ടുള്ള ഒരു കണക്ഷൻ ആണ് ഉണ്ടാവുന്നത്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സോൾഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പല ആളുകളും റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കറിയാം, ചില ആളുകളിലേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഇമോഷണലി നിങ്ങൾ ഒരുപാട് ഡ്രെയിൻഡ് ആവുന്നുണ്ടായിരിക്കണം, അല്ലെ? നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം ആളുകളിലേക്ക് കണക്ഷന്റെ പേരിൽ. പല സിറ്റുവേഷനിൽ ഇതുപോലെ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം. സോ ഈ ഒരു സമയത്ത്
നിങ്ങൾ ആളുകളിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യാതിരിക്കുക. കാരണം അവിടെ നല്ല രീതിയിൽ അവിടെ ഫോക്കസ് ചെയ്യാൻ, അവിടെ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാവാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് മാറ്റങ്ങൾ നാച്ചുറലി സംഭവിക്കുന്നുണ്ട് ഈവൻ ആളുകളിലാണെന്നുണ്ടെങ്കിലും ആണ്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഇവന്റ്സിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഒരു റിയൽ ഹാപ്പിനെസ് എന്താണ്? ഗ്രൂപ്പ് നമ്പർ 1, റീയൂണിയൻ, റീജോയ്സ് ഇൻ സെലിബ്രേഷൻ. സോ നിങ്ങളുടെ സോൾ ഫാമിലി എന്നുള്ള ഒരുപാട് ആളുകളെ മീറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. സോ നമ്മൾ ഇത്ര ഒരു ഡീപ്പായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ പല ആളുകൾക്കും ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ഇത് കുറച്ചൊരു ഹെവി ആയിട്ട് ഈ ഒരു റീഡിംഗ് തോന്നുന്നുണ്ടായിരിക്കണം. കാരണം സോൾ പർപ്പസ് എന്നൊക്കെ പറയുന്ന സമയത്ത്, കാരണം മോസ്റ്റ്ലി ലൈക്ക് ഐ കൻ സീ ദാറ്റ് നിങ്ങൾ ചില ആളുകളെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ചേഞ്ച്, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതായിരിക്കാം നിങ്ങൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്ക് ആക്ച്വലി ലൈക്ക് സംഭവിക്കുന്ന ചില മാറ്റങ്ങൾ ഇത് കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടാണ് നിങ്ങൾ പോകുന്നത്. ഓക്കെ, സോ അഗെയിൻ ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ചില ആളുകൾക്ക് നിങ്ങൾ ആ ഒരു ജേർണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. സോ നിങ്ങൾക്ക് ചില സ്പെഷ്യൽ കണക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്, സോ ചില സ്പെഷ്യൽ കണക്ഷൻസിലൂടെയൊക്കെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. ചില ആളുകൾ അതിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലായിരിക്കാം. സോ ആ ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു കൗതുകം, ആദ്യമായിട്ട് ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഓരോ കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ചില ആളുകൾക്ക് അതിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ചില ആളുകൾ കുറച്ചുകൂടി ഡീപ്പർ ലെവലിലായിരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിട്ട് ഒരുപാട് ഇമോഷണലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചില ആളുകൾ വളരെ നല്ല രീതിയിൽ അത് ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾ അതിനേക്കാളും നിങ്ങൾ ഒരുപാട് മോട്ടീവ് ആക്കുന്ന, അല്ലെങ്കിൽ മോട്ടീവ് ചെയ്യുന്ന എന്തോ കാര്യത്തിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു ഡീപ്പർ സെൻസ് കണക്ട് ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര കാലമായിട്ട് എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ തോന്നില്ല. ഈവൻ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും നിങ്ങൾക്ക് അത്രൊരു പ്രയോറിറ്റി അല്ലെങ്കിൽ അത്രൊരു എക്സൈറ്റ്മെന്റ് ആ ഒരു കാര്യത്തിലേക്ക് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ അതിനേക്കാളും എക്സൈറ്റ്മെന്റ് ആക്കുന്ന ചില കാര്യത്തിലേക്കാണ് നിങ്ങൾ ലീഡ് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് നിങ്ങളിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തോന്നുക. നിങ്ങൾക്ക് നിങ്ങൾ മതി. അതാണ് നിങ്ങളുടെ സോളിറ്റ്യൂഡ് ഏറ്റവും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ പ്രോബബ്ലി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, യാത്ര ചെയ്യുന്നതായിരിക്കാം, എന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ ഒരു സർവീസ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗ്രീഡി ആയിട്ടുള്ള ഒരു നേച്ചർ നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ ഒരുപാട് ജനറസ് ആവുകയാണ്. ഓക്കെ, ട്രസ്റ്റ് മീ, ഗ്രൂപ്പ് നമ്പർ 1 ഈ ഒരു സിറ്റുവേഷനിൽ ഓക്കെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസോ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ളതല്ല, അവിടെ ഏറ്റവും നല്ല രീതിയിൽ സംഭവിക്കുന്നുണ്ട്. കാരണം ഇതിലേക്കൊക്കെ നിങ്ങൾ ഒരു ലീസ്റ്റ് എക്സ്പെക്ടേഷൻ ആണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ഫാമിലിയിലേക്ക്, റിലേഷൻഷിപ്പിലേക്ക്, ആളുകളിലേക്ക് ഒരു ലീസ്റ്റ് എക്സ്പെക്ടേഷൻ കൊടുക്കുന്ന സമയത്ത്, ഈവൻ ഫൈനാൻഷ്യലി, ജോബ് വൈസ് ഒക്കെ നിങ്ങൾ വളരെ ലീസ്റ്റ് എക്സ്പെക്ടേഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ നാച്ചുറലി അതൊക്കെ ഗ്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. വളരെ ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതാണ് നിങ്ങൾ നടക്കുന്നിടത്ത് നിങ്ങൾക്ക് ലൈറ്റ് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒന്നൊന്നും മാറി നിൽക്കുന്നില്ല, നിങ്ങൾ മനഃപൂർവ്വം മാറി നിൽക്കുക. ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യണം, മാറി നിൽക്കണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എക്സൈറ്റ്മെന്റ് തരുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളെ എത്ര കാലമായിട്ട് എന്തിലേക്കൊക്കെയാണ് നിങ്ങളുടെ എനർജി, ടൈം ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്, അതിന്ന് നിങ്ങളായിട്ട് തന്നെ സെപ്പറേറ്റ് ആവുന്നുണ്ട്, നിങ്ങൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു റിയൽ ഹാപ്പിനെസ് എന്താണ്, നിങ്ങളുടെ ഒരു പേർപ്പസ് എന്താണ്, നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ്, ഒക്കെ വളരെ ഓരോ സ്റ്റേജിലായിരിക്കും നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ചില ആളുകൾ അതിന്റെ ഒരു പൂർണ്ണതയിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, കാരണം നിങ്ങൾ ഓൾറെഡി ഒരുപാട് ലെസണിലൂടെ പോയിട്ടുണ്ടായിരിക്കണം. ചില ആളുകൾ സ്റ്റാർട്ടിങ് ഒരു പോയിന്റിലായിരിക്കാം. ഓക്കെ, സോ അവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സോൾഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും, സോൾ കണക്ഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളൊരു ഫെമിനിൻ ആണ്, നിങ്ങൾക്ക് നിങ്ങളൊരു മാസ്കുലിൻ ആണ് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെ നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കണം. അങ്ങനെ എന്തിനാണ് പ്രിറ്റൻഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളെ ഫെമിനിൻ ആണെന്ന് തോന്നിക്കുന്ന ആരെങ്കിലൊക്കെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ മാസ്കുലിൻ ആണ്, എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം, ആ വ്യക്തിനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം, കെയർ ചെയ്യണം, അവരെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ആ ഒരു ഉള്ളിലൊരു മാസ്കുലിൻ കണക്ട് ചെയ്യുന്ന എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെ? കാര്യങ്ങളൊക്കെ കുറെ പ്രാക്ടിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കൊടുക്കണം, ഒരുപാട് സ്നേഹിക്കണം, ഒരുപാട് ഒരു വാത്സല്യമൊക്കെ തോന്നുന്നത് എന്തുകൊണ്ടാണ്? സോ അത് നിങ്ങളുടെ ഒരു ഫെമിനിൻ ക്വാളിറ്റി കണക്ട് ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അത് ഒരാൾക്ക് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനോടും അത് ജനറസ് ആയിട്ട് നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ട്. ഓക്കെ, സോ അത് എടുത്തു പറയേണ്ട ഒരു മാറ്റാണ് ഗ്രൂപ്പ് നമ്പർ 1. സോ
എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ കണക്ട് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Hey group number 2, what is next in your life? എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് ഒരു കൈൻഡ് ഓഫ് ഓഡിറ്റ് ടൈം ആണ്. ഓക്കെ, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ എടുക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് ഇസ് സോ ഇൻസ്പയറിംഗ്. നിങ്ങൾ ആക്ച്വലി ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്നും വിലയിരുത്തുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെ നിങ്ങൾ ചെയ്തു, അത് വളരെ ഒരു ഫണ്ണായിട്ട് ഇപ്പൊ നിങ്ങൾ ഫണ്ണായിട്ട് ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങൾ എന്താണോ എൻഗേജ്ഡ് ആയിട്ടുള്ളത് അത്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഒരു സ്റ്റോറി ഈ ഒരു സമയത്ത് ഒരു മൂവി പോലെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സീനിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത്. ഓക്കെ, സോ അവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങൾ പോയിട്ടുള്ള ചില സിറ്റുവേഷൻ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്തൊക്കെയാണ് ബാലൻസ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് ബാലൻസ്ഡ് ആവാത്തത് എന്നൊക്കെ നിങ്ങൾ വളരെ ഫണ്ണായിട്ട് അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ഇപ്പൊ നിങ്ങൾ മനഃപൂർവ്വം ഇരുന്ന് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാ എന്നുള്ളതല്ല, പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില മൊമെന്റ്സിലേക്ക് നിങ്ങൾ ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. എന്തൊക്കെ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ തീർക്കണം, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ അറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഈവൻ ലൈക്ക് അത് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം, എന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ വാങ്ങിക്കണം, അതിനൊരു വ്യക്തത ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുടെ ഇതുപോലെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്തിനാണ് നിങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇപ്പം സാമ്പത്തികപരമായി ഇടപെടുന്ന ചില കാര്യങ്ങള് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തത തരുന്നുണ്ട്. ഓക്കെ, എങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ചില കാര്യങ്ങള് നിങ്ങൾക്കത് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ചില ആളുകളായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കാം. സോ നിങ്ങൾ കൊടുക്കുന്നതിലാണെന്നുണ്ടെങ്കിലും വാങ്ങുന്നതിലാണെന്നുണ്ടെങ്കിലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാലൻസ് കൊണ്ടുവരാനും മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാവുന്നൊരു നല്ലൊരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വേണം. ഓക്കെ, നിങ്ങൾ വലിയൊരു ഗിവർ ആവുന്നില്ല ഈ ഒരു ടൈമിൽ, നിങ്ങൾ ഒരുപാട് കൊടുക്കുന്ന ഒരാളാവുന്നില്ല, നിങ്ങൾക്ക് വേണം നിങ്ങൾ കൂടുതൽ റിസീവ് ചെയ്യുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങള് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻ നിങ്ങൾക്ക് കൂടുതൽ ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വർത്ത് എന്താണ്, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് തിരിച്ചറിയുന്ന ചില മൊമെന്റ്സ് നിങ്ങളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഒക്കെ ഒന്ന് റേസ് ചെയ്യാനും മനസ്സിലാക്കാനും നിങ്ങളുടെ ലൈഫ് വാല്യൂ ഒക്കെ മനസ്സിലാക്കാനും നിങ്ങളെ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കണം ആളുകളുടെ അടുത്ത് നിന്ന്, നിങ്ങളുടെ വീട്ടിൽ നിന്ന്. ചില ആളുകൾക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ ആളുകൾ നിങ്ങളെ പരിപാലിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം, ഒരു ബെസ്റ്റ് ആയിട്ട് കെയർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. അത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് അതുപോലത്തെ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കും. വളരെ റിച്ച് ആയിട്ടൊരു ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പില് മാരേജിലൊക്കെ സംഭവിക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ പ്രഗ്നന്റ് ആവുന്ന സമയത്ത്, റീസെന്റ് ആയിട്ട് കല്യാണം കഴിയുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ആളുകളെ ശ്രദ്ധിക്കുക, കെയർ ചെയ്യുക, വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിളിൽ കൊണ്ടുവരിക. ഗ്രൂപ്പ് നമ്പർ 2 മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ടേബിളിന്റെ മേലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിത്തൗട്ട് എനി എഫേർട്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വേണം, നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും എടുത്തു പറയേണ്ട ഒരു മാറ്റാണ്. നിങ്ങളുടെ ചില വസ്ത്രധാരണത്തിലൊക്കെ ഉണ്ടാവുന്ന ഒരു മാറ്റങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ചില ഓർണമെന്റ്സോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ ഒക്കെ ധരിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ എന്തെങ്കിലുമൊക്കെ മേജർ ഇവന്റിന്റെ ഭാഗമായിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ ചില ആളുകൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലേസിലൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, പാലസ് ഓർ വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസിലൊക്കെ നിങ്ങൾ പോവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ആഗ്രഹിച്ച് പോകേണ്ടതായിക്കൊള്ളണമെന്നില്ല, നിങ്ങൾക്ക് അവിടെയൊക്കെ പോകേണ്ടതായിട്ടുണ്ട്.
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ, അങ്ങനത്തെ ഒരു ഫീലിംഗ്. ചില പ്ലേസിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്കും അങ്ങനെയൊക്കെയാണെന്നൊക്കെ തോന്നും അല്ലെ. ചില പാലസിൽ പോകുന്ന സമയത്ത്, ചില ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസിൽ പോകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയോ ഒരു ഉൾവിളി ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയൊക്കെ ഒരു ഫീൽ ഉണ്ടാവും അല്ലെ. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലത്തെ ചില പ്ലേസിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലത്തെ ഒരു എന്തൊക്കെയോ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ ആണെന്നുള്ളൊരു തോന്നല് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ കണക്ട് ചെയ്യുന്നത് ത്രൂ ഔട്ട് ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു നേച്ചറും വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു നേച്ചറുമാണ്. ഓക്കെ, ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇസ് സോ ഇൻസ്പയറിംഗ്, സോ അട്രാക്റ്റീവ്. സോ നിങ്ങൾ ചില പ്ലേസിലൊക്കെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നുണ്ട്, ഓൾറെഡി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെ. സോ ചില ആളുകളിൽ നിന്ന് നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്തൊരു ലൈക്ക് ഒരു സ്വീറ്റ് റിവെഞ്ച് എന്നുള്ള രീതിയിലൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു സേഫ് ബൗണ്ടറി നിങ്ങൾ വെക്കുന്നുണ്ട്. നിങ്ങൾ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നുണ്ട്, പക്ഷെ ഒരു സ്പേസിൽ എല്ലാ കാര്യങ്ങളും നിർത്തുന്നുള്ളൂ. ഓക്കെ, ഇന്റൻഷനലി നിങ്ങൾ ചില കാര്യത്തിലേക്കൊക്കെ അറ്റൻഷൻ കിട്ടാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നിങ്ങളുടെ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു സീൻ അടിപൊളിയാണ്. നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് ആ ഒരു സീൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ഷനും ഓക്കെ, ഒരു സ്വീറ്റ് റിവെഞ്ച് ഡെഫിനറ്റ്ലി എവിടേക്കോ ഉണ്ടാവുന്നുണ്ട്. ഒരു റിവെഞ്ച് സ്വീറ്റ് ആവുന്നത് നിങ്ങൾ എന്തിനാണോ നിങ്ങൾ അത് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് നന്നായിട്ടാണോ വരുന്നത്. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഇന്റൻഷനലി ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക, ബട്ട് ഇവഞ്ച്വലി അത് നിങ്ങളെ തന്നെ നല്ല രീതിയിൽ മാറ്റുന്നുണ്ട്. ഓൾറൈറ്റ്, ഇറ്റ്സ് ലൈക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരുപാട് ഗിവർ ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം, നിങ്ങൾക്ക് എങ്ങനെ റിസീവ് ചെയ്യണം എന്നുള്ളത് അറിയില്ല, ഒരുപാട് പ്ലീസ് ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കണം, ഒരുപാട് അവൈലബിൾ ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ, ഓക്കെ ഞാൻ ഇങ്ങനത്തെ മാറ്റങ്ങൾ, ഞാൻ ഇങ്ങനെയല്ല എന്ന് കാണിക്കാൻ നിങ്ങൾ ഇന്റൻഷനലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷെ ഇവഞ്ച്വലി അത് ചെയ്തു വരുന്ന സമയത്ത് നിങ്ങൾക്ക് പോലും അറിയാത്ത അങ്ങനത്തെ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, സോ അങ്ങനെ നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തിൽ അതുപോലത്തെ ഒരു മാറ്റങ്ങള് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ അതുപോലത്തെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ഷനും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശം ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. എന്തെങ്കിലും കാര്യത്തിനൊക്കെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാതിരിക്കുക, കുറച്ച് സമയത്ത് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ എനർജി, എഫേർട്ട് ഒന്നും കാത്തിരുന്ന് നിങ്ങൾ കളയാതിരിക്കാം. ഓക്കെ, അത് നിങ്ങൾക്കുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ്. ഓക്കെ, ആളുകൾ കാത്തിരിക്കാതിരിക്കുക ഒരുപാട്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ചില റൈറ്റ് ആയിട്ടുള്ള കാര്യം ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. ഓക്കെ, സോ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി സംഭവിക്കുന്നുണ്ട്. റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ചില ആളുകൾ നിങ്ങളെ പ്ലേസ് മാറുന്നുണ്ട്, ഒരു സർക്കിൾ നിങ്ങൾ മാറുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് നിങ്ങൾ മാറുന്നതായിരിക്കാം, വീട് മാറുന്നതായിരിക്കാം. ഓക്കെ, അതുകൊണ്ടുണ്ടാവുന്ന ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ വേറെ പ്ലേസിലേക്കൊക്കെ വരുന്ന സമയത്ത്, പുതിയ ആളുകളെയും പുതിയ സിറ്റുവേഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടെ നിങ്ങളുടെ തോട്ട്സ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുവരെ ഒരു കാര്യത്തിൽ മാത്രം അല്ലെങ്കിൽ കുറച്ച് സ്പേസിൽ മാത്രം സ്റ്റക്കായിട്ട് നിന്നിട്ടുള്ള ചിന്തകൾക്കൊക്കെ ഒന്ന് മാറ്റം കൊണ്ടുവരാനും പുതിയ പുതിയ ചിന്തകളൊക്കെ വരാനും പുതിയ കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ പഠനപരമായിട്ടായിരിക്കാം. ഓക്കെ, സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ളതോ മേ ബി ലൈക്ക് നിങ്ങൾ സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം, ചില കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻ ആണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലൈഫ് തരുന്നത്, ഏത് പ്ലേസിലേക്കാണോ നിങ്ങൾ മാറ്റുന്നത്, അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഓരോ ആക്ഷനും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ബെറ്റർ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ചില പ്ലേസിലേക്ക് നിങ്ങൾ മാറ്റുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് അഗൈൻ ലൈക്ക് ചില ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആളുകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ ചില ആളുകളുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തുന്നുണ്ടെങ്കിലോ നിങ്ങൾ വീണ്ടും അതിലേക്ക് തന്നെ പോവാതിരിക്കുക, വീണ്ടും അത് തന്നെ വെയിറ്റ് ചെയ്യാതിരിക്കുക. സോ എന്താണ് നിങ്ങൾക്ക് പുതുതായിട്ട് വന്നിട്ടുള്ളത്, പുതുതായിട്ടുള്ള ഒരു സർക്കിൾ ആയിരിക്കാം, പുതുതായിട്ടുള്ള പ്ലേസ് ആയിരിക്കാം, വീടായിരിക്കാം, ആളുകളായിരിക്കാം, അവിടെ നിങ്ങൾ കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, കാരണം ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് അത് നിങ്ങൾ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാനും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. ഈ സമയം നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ചില ആളുകൾ നിങ്ങൾ പുതുതായിട്ടൊക്കെ സേവിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, വലിയ സേവിങ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ്, സേവിങ്സ് ഓർ ചില കാര്യങ്ങൾ ഇപ്പം മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ വാങ്ങിക്കുന്നതോ സ്വന്തമാക്കുന്നതോ ഒക്കെ ആയിരിക്കാം.
ഓക്കെ, സോ ഫൈനാൻഷ്യലി വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് അഗെയിൻ ലൈക്ക് നിങ്ങളുടെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കഴിയുന്നതും മാറ്റം വരുത്താൻ ശ്രമിക്കുക. നിങ്ങൾ എസ്പെഷ്യലി നിങ്ങളുടെ ജോബ്, നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര കാലം എങ്ങനെ ജീവിച്ചോ അവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളെ കംപ്ലീറ്റ്ലി അഴിച്ചു പണിയേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ളൊരു മേജർ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെ, പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ നടക്കാത്തതിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ആക്ടിവേറ്റ് ആവുന്ന ഒരു ടൈമിലൂടെയാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ ജോബ് റിലേറ്റഡ് ആയിട്ടോ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടോ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി മാറി മാറി ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. കാരണം ഈ മാറ്റം വന്നാലേ നിങ്ങളെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത് ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വേർഷനിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ചില കാര്യങ്ങൾ മൊത്തത്തിൽ അഴിച്ചു പഴിഞ്ഞാലേ നമുക്ക് വീണ്ടും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് അയ്യോ ഇതല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ വേറെ എന്തൊക്കെയോ ആണല്ലോ ആഗ്രഹിച്ചത്, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ക്ലെവർ ആയിട്ട് നിങ്ങൾ അത് ഡീൽ ചെയ്യുന്നുണ്ട്, എഴുതുന്നുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ എഴുതുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഒരുപാട് നിങ്ങളെ തന്നെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ലൈഫിന്റെ ഒരു മൊത്തത്തിലുള്ളൊരു അഴിച്ചുപണി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ പല ഏരിയാസിലായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ചില സമയത്ത് തോന്നും നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരു സക്സസ് ആവുന്നില്ല, ഒരു പീക്ക് ലെവലിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ വരുന്നില്ല. അത് നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ അത് ഒരുപാട് ഡിസ്ട്രാക്റ്റഡ് ആക്കുന്നുണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ ഗൈസ്, യു ഗൈസ് ആർ ഓൺ ദി റൈറ്റ് പാത്ത്. നിങ്ങൾ ചില കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, ചില മാറ്റങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിൽക്കാതിരിക്കുക. നിങ്ങൾക്ക് അത് വേണ്ടതാണ്. ചില കാര്യങ്ങളൊക്കെ റീകൺസ്ട്രക്ട് ചെയ്ത് വീണ്ടും അത് നിങ്ങളുടെ ലൈഫിൽ വേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അല്ലെങ്കിൽ അവിടെ എന്താണോ റീപ്ലേസ്ഡ് ആവേണ്ടത്, റൈറ്റ് ആയിട്ടുള്ള എന്താണോ വരേണ്ടത്, അത് ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടാവും. ഓക്കെ, അത് ചില ആളുകൾക്ക് ജോബിലും ആയിരിക്കാം, ജോബ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നഷ്ടങ്ങളോ ഫൈനാൻഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഡോണ്ട് വറി, നിങ്ങൾക്ക് അതൊക്കെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹോപ്പ് നിങ്ങൾക്ക് കൺഫേം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് വെരി സൂൺ. ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ടേബിളിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, റിസീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അഗൈൻ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, പാർട്ട്ണർഷിപ്പിൽ വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അഗൈൻ ഇത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അവർ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ലൈഫിലുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ഒരു വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി നിങ്ങളുടെ ലൈഫിൽ എഴുതിയിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ എവിടെയെങ്കിലൊക്കെ മാറ്റി വെച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ മാറ്റി, നിങ്ങളെ റിജക്ട് ചെയ്തു, നിങ്ങളെ മാറ്റി വെച്ചു, നിങ്ങൾ ചൂസ് ചെയ്തില്ല, നിങ്ങൾക്ക് ചില പ്ലേസിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു, നിങ്ങൾ ജോബിൽ നിന്ന് റിജക്റ്റ് ആയി, ജോബ് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടിയില്ല, വീട് മാറേണ്ടി വന്നു, എവിടെയാണോ നിങ്ങൾക്ക് അതുപോലത്തെ ഒരു മാറ്റം വന്നിട്ടുള്ളത്, ഗൈസ് യു ഗൈസ് ആർ ഓൺ ദ റൈറ്റ് പാത്ത്. ഈവൻ നിങ്ങൾ അതൊരു മിസ്റ്റേക്സ് കൊണ്ടോ, നിങ്ങളുടെ മിസ്റ്റേക്സ് കൊണ്ടോ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അത് കൂടുതൽ അതിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ടേബിളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഫ്രഷ് ആയിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഓർ ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾ പ്രോബബ്ലി നിങ്ങൾ ചെറിയ കാര്യത്തിൽ പോയി സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കണം. നോ ഗൈസ്, ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങളുടെ ടേബിളിൽ വരുന്നുണ്ട്, ബെറ്റർ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് മീ, അത് ഈവൻ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്തൊക്കെയാണോ ലൈഫിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ചു പോകുന്ന ഇവന്റ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോളിൽ അല്ലാതെ പോകുന്നത്, ഹാവ് ദ ഫെയ്ത്ത്, ഹാവ് ദ ട്രസ്റ്റ്, എന്തൊക്കെയാണോ നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ലൈക്ക് എ കാറ്റ്, നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നത് ഒരു കാറ്റിന്റെ പോലെയാണ്. ഓക്കെ, സോ സെൽഫായിട്ട് കെയർ ചെയ്യാൻ പഠിക്കുക, അറ്റാച്ച്മെന്റ് കുറയ്ക്കുക. ഓക്കെ, ഇപ്പം കാറ്റ്സ് അഗൈൻ ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, കാറ്റ്സ് ഈവൻ നമ്മളുടെ വീട്ടിലെ പൂച്ചകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളോട് എത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള
പൂച്ചയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർക്ക് എന്താണ് ബെസ്റ്റ് എന്നുള്ളത് അവർക്ക് അറിയാം അല്ലെ. സോ മൈഗ്രേറ്റ് ചെയ്ത് പോകും, ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് പോകും, ഷിഫ്റ്റ് ചെയ്ത് പോകും അല്ലെ. ഇപ്പൊ നമ്മുടെ വീട്ടിലെ പൂച്ച അടുത്തുള്ള വീട്ടിൽ പോകുന്നതായിരിക്കാം, ഒന്നുകിൽ അതിന് പ്രസവിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം. ഓക്കെ, അവിടെ എന്തൊക്കെയോ ബെറ്റർ ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നു, എനിക്ക് അതാണ് നല്ലത് എന്ന് തോന്നിയിട്ട് മാറി നിൽക്കുന്നുണ്ടായിരിക്കണം അല്ലെ. സോ ഇതുപോലത്തെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ചില പ്ലേസിൽ ഓക്കെ, നമ്മൾ ഹ്യൂമൻസ് ആണ്, നമുക്ക് അവിടെ ഡെഫിനറ്റ്ലി ഇമോഷണൽ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. സോ ആനിമൽസിനെ പോലെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് തോന്നാണ് ഓൾ ഓഫ് സഡൻ ഇങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, എന്നെ വേറെ പ്ലേസിൽ കൊണ്ടുവച്ചു, എന്നെ വേറെ വീട്ടിൽ കൊണ്ടുവച്ചു, എന്നെ വേറെ ആളുകളുടെ ലൈഫിൽ കൊണ്ടുവച്ചു, ചില ആളുകൾ എന്റെ ലൈഫിൽ നിന്ന് മാറ്റി, ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു മാറ്റത്തിലൂടെ പോകേണ്ട ആളുകളാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് ബെസ്റ്റ് ഫോർ യു. നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് ക്ലൈമറ്റിലേക്ക് കൊണ്ടുവെക്കാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 2 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇത്. നിങ്ങൾ ആ ഒരു ലെവലിൽ തന്നെ നിങ്ങൾ കണക്ട് ചെയ്യുക. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 3 now. Hey group number 3, what is next in your life? എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ്, ചേഞ്ചസ്? ലെറ്റ്സ് സീ. ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ ഓടി നടന്ന് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു ടൈമിലേക്കാണ് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി നിങ്ങൾ എങ്ങനെയായിരിക്കാം പോകുന്നുണ്ടായിരിക്കാം. ചില ആളുകൾ ഒന്നിൽ കൂടുതൽ ജോബിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കണം അല്ലെ. സോ ഫൈനാൻഷ്യലി നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആവുന്ന ഒരു ടൈമാണ്, ആൻഡ് ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു ടൈം കൂടിയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒന്ന് കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നുണ്ടായിരിക്കണം, ഒന്ന് കൂടുതൽ വരുമാനങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഫൈനാൻഷ്യലി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ്ലി അൺഎക്സ്പെക്റ്റഡ്ലി നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരുപാട് മൾട്ടിപ്പിൾ ടാലൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കണം. ഒരേ സമയം പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. സോ വരുന്ന ടൈമിൽ നിങ്ങൾ വളരെ എൻഗേജ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എൻഗേജ്ഡ് ആവുക എന്നുള്ളത് മാത്രമെന്നുള്ളതല്ല, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കത് മാനേജ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരേ സമയം പല കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പല കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവുന്നത് കൊണ്ടാണ്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണ് അല്ലെ. ഇതൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത്, നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും, ഓരോ അവസരം വരുന്ന സമയത്തും, ഓരോ പ്രോഫിറ്റ് ഉണ്ടാവുന്ന സമയത്തും, ഓരോ കാര്യങ്ങൾ സക്സസ് ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഒരുപാട് ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികപരമായിട്ട് വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാം. അതൊരു ടെമ്പററി ആയിട്ട് നിങ്ങൾക്ക് വരിക എന്നുള്ളതല്ല, വലിയൊരു ഹ്യൂജ് ചേഞ്ചസ് ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടെങ്കിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് വളരെ നല്ല പ്ലാനോട് കൂടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. യെസ്, നിങ്ങൾക്ക് ഒരേ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് തന്നെ അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ലെറ്റ്സ് സീ ഗ്രൂപ്പ് നമ്പർ 3, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? സോ ഹൈലി നിങ്ങൾക്ക് പല കാര്യത്തിനോടും കമ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നന്നായിട്ട് കമ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളോടും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനോടും നല്ല രീതിയിൽ കമ്മിറ്റ് ചെയ്യാനും നിങ്ങളുടെ ആക്ഷൻ തന്നെ നിങ്ങൾക്ക് തന്നെ വിലയിരുത്താനും, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രൊമോഷൻ ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി നിങ്ങളെ ആളുകൾ കാര്യങ്ങൾ ഏൽപ്പിക്കുക. കാരണം നിങ്ങൾ കേപ്പബിൾ ആണ്, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേപ്പബിൾ ആണെന്നുള്ളത് മറ്റുള്ള ആളുകൾക്ക് ബോധ്യമാവുന്നതായിരിക്കാം. സോ അങ്ങനത്തെ ചില റെസ്പോൺസിബിലിറ്റീസ് അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുക. ചില പ്ലേസിലൊക്കെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുക, ചില ആളുകളുടെ ഇടയിലൊക്കെ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കീഴെ ആളുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബെറ്റർ പൊസിഷനിലേക്ക് നിങ്ങൾ വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ നിങ്ങൾക്കും ആളുകൾ ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ, സോ കോമ്പറ്റീഷൻ നിങ്ങൾക്ക് തന്നെ ഒരു ഹെൽത്തി ആയിട്ടൊരു കോമ്പറ്റീഷൻ നിങ്ങളുടെ ഇടയിൽ തന്നെ നടക്കുന്നുണ്ടായിരിക്കണം അല്ലെ. സോ പല കാര്യങ്ങളും നിങ്ങൾ വളരെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പല കാര്യങ്ങളും വളരെ എഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങളുടെ മനസ്സും ശരീരവും അതുപോലെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു ടൈം കൂടിയാണ്. വളരെ വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? നിങ്ങൾ പോയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എന്തിന് നിങ്ങൾ ഫൈറ്റ് ചെയ്യണം, എന്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യണം,
എന്നൊക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ചില ആളുകൾ നിങ്ങൾ തോറ്റു പോയിട്ടുള്ള പ്ലേസിൽ നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് കാരണം നിങ്ങൾ അതിൽ വിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പല ഇന്റർവ്യൂസിൽ നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലോ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിലോ ഗൈസ്, മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ അത്ര ആഗ്രഹിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് റിജക്ഷൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല, ഇനി നിങ്ങൾക്ക് ചാൻസ് ഇല്ല എന്നൊക്കെ തോന്നിയിട്ടുള്ള ചില പ്ലേസിൽ നിങ്ങൾക്കത് വളരെ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ എന്തെങ്കിലുമൊക്കെ അതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് വരാം. യു ക്യാൻ ഹാവ് ഇറ്റ്. ഓക്കെ, യു ക്യാൻ അബ്സല്യൂട്ട്ലി ഏൺ ഇറ്റ്. ഓക്കെ, നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഗ്രൂപ്പ് നമ്പർ 3, ഈ സമയത്ത് നിങ്ങളുടെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്പിരിറ്റ് ലിസാർഡ് ആണ്. ഓക്കെ, സോ പല്ലി നിങ്ങൾക്ക് ഒരുപാട് സൈൻ തരുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് പല്ലി നിങ്ങളടുത്ത് ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരിക്കണം, ലിസാർഡ് നിങ്ങളടുത്ത് ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് സൈൻ ആണ് ലിസാർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിസാർഡിനെ പോലുള്ള എന്ത് ആനിമലും ആയിരിക്കാം. ഓക്കെ, സോ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു വഴികാട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചില മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പിരിറ്റ് ആനിമൽ എന്നൊക്കെ പറയുന്നത് പോലെ ചില സമയത്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും ചില ആനിമൽസ്, അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു ഗാർഡിയൻ അതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് കണക്ട് ചെയ്യാം. ചില ആളുകൾ നിങ്ങൾ പുതിയ ജോബിലേക്ക് വരുന്നതായിരിക്കാം, ഒന്ന് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്നതായിരിക്കാം, വേറെ കൺട്രിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്, വേറെ പ്ലേസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസിൽ പോയി വർക്ക് ചെയ്യുക, ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളെ മാനേജ് ചെയ്യാം. ഓക്കെ, സോ വേറെ പ്ലേസ് വേറെ കൺട്രി എന്നുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുക, ഡിഫറെന്റ് കൾച്ചർ എന്നുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുക, അവരെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് അതിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ചില കാര്യങ്ങൾ അതിന്റെ ഒരു ഫിസിക്കൽ ഫോമിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഇല്ല, നിങ്ങൾക്ക് കാണാനോ നിങ്ങൾക്ക് തൊടാനോ സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനും നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങളുടെ ലൈഫിൽ അത് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ടാലന്റ്സ് ഉണ്ടെങ്കിൽ, ഓർ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിന്ന് ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങള് ആക്ഷൻ നിങ്ങൾ എടുക്കുന്നുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു കുറവുള്ളത് കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല, ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈം അല്ല ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. നിങ്ങൾ ഒതുങ്ങി നിൽക്കരുത് എന്നല്ല പറയുന്നത്, നിങ്ങൾ ഒതുങ്ങി നിൽക്കില്ല. ഓക്കെ, നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ ഒരു രീതിയിലും ലിമിറ്റ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്കാണ് നിങ്ങൾ വരുന്നത്. നിങ്ങൾ അത്ര ഇൻസ്പയറിംഗ് ആയിട്ടാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇല്ലായ്മയോ, നിങ്ങൾക്ക് എന്താ ഇല്ലാത്തത്, നിങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് എന്ത് കഴിവില്ല, നിങ്ങളുടെ ഒരു ഡിസബിലിറ്റിയോ ഒന്നും നിങ്ങൾ ഒരു രീതിയിലും ഒരു ബൗണ്ടറി ആയിട്ട് നിങ്ങൾ വെക്കുന്നില്ല. സോ അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ചില ആക്ഷൻ ആണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ എടുക്കുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഒരു കൈൻഡ്നെസ് കാണിക്കുന്നുണ്ട്, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് നിങ്ങളുടെ സൗഹൃദങ്ങൾ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ആനിമൽസ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് ഭാഗമാവുന്നുണ്ട്. ലിസാർഡ് പോലത്തെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഡോഗ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും പെറ്റ്സ് ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ദാൻ ഹ്യൂമൻ നിങ്ങൾക്ക് കിട്ടുന്നത് ആനിമൽസ് എന്നായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു എംപതി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി അത് നിങ്ങളിലേക്കാണ് അത് കൂടുതൽ കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളടുത്ത ആളുകൾ എംപതി കാണിക്കുന്നുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾ പ്രോബബ്ലി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫെയിമിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ എന്തെങ്കിലുമൊക്കെ എഗെയിൻ ലൈക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതോ ഓർ എന്തെങ്കിലുമൊക്കെ പെർഫോമർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയപ്പെടുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, അംഗീകാരം ഉണ്ടാവുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്, സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ടീച്ചിങ്, ചില ആളുകൾ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ടീച്ചിങ് മാത്രം നല്ലതല്ല, നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ട്രെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെ ഹെൽപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്കും റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകള് നിങ്ങൾ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിന്നിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരിക്കാം, അല്ലെ, നമ്മൾ അത്ര സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. അത് ചില ആളുകൾക്ക് നിങ്ങളുടെ വളരെ ചെറുപ്പത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള, അത്ര നിങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, അത്ര നിങ്ങളെ ടച്ച് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ
കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ വളർന്നു വലുതായതിനു ശേഷം നിങ്ങൾ ഇത് കാണുന്നതായിരിക്കാം. നിങ്ങളുടെ ഒരു വലിയൊരു ഏജ് ഗ്യാപ്പിന് ശേഷം നിങ്ങൾ കാണുന്നതായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ടൈമിൽ നിങ്ങൾ അത്ര സപ്പോർട്ടീവ് ആയിട്ട് നിന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻ തോന്നിയിട്ടുള്ള ആളുകളായിരിക്കാം. ഒരു ഏജ് ഗ്യാപ്പിന് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യാണ്. ഓക്കെ, സോ അവിടെ നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ഒരാൾ മാത്രം എന്നുള്ളതല്ല, പരസ്പരം രണ്ടാളുകൾ അവരുടെ ഇമോഷൻസ് അവർ പറയുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അവരുടെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് വിത്ത് ദ റൈറ്റ് പേഴ്സൺ. ഓക്കെ, സോ അതുപോലത്തെ ചില റീകണക്ഷൻ അല്ലെങ്കിൽ വീണ്ടും മീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ, റീയൂണിയൻ എന്ന് പറയുന്നില്ല, ഇത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കാം, ഓർ നിങ്ങളെ തേടി ആരെങ്കിലും വരുന്നതായിരിക്കാം, നിങ്ങൾ ആരെങ്കിലും തേടി പോകുന്നതായിരിക്കാം. ഗ്രൂപ്പ് നമ്പർ 3, what is next in your life? What you can expect? ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ കാലിൽ നിൽക്കാണ്, നിങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരു കംപ്ലീഷൻ, എസ്പെഷ്യലി നിങ്ങളുടെ സോളിന് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നുണ്ട്. സ്പിരിച്വലി നിങ്ങൾക്ക് എന്തൊക്കെ ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ചില ആളുകളൊക്കെ നിങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മീറ്റ്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പം ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ എടുക്കേണ്ടത്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് പോലെയാണ് പല കാര്യങ്ങളും എടുക്കേണ്ടത്. ഒരു റിവെഞ്ച് അങ്ങനെ എന്നുള്ളതല്ല, ഒരു വാശി എന്നുള്ള രീതിയിൽ എന്നുള്ളതല്ല. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇറങ്ങി വരണം, ഫൈറ്റ് ചെയ്യണം. ഓക്കെ, സോ ഈവൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഹോപ്പ് ഉള്ള ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിലേക്ക് വരിക. അല്ലെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 3, നിങ്ങൾ ചില ആളുകൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ പ്രചോദിപ്പിക്കുന്നുണ്ടായിരിക്കുക, അല്ലെ, മോട്ടീവ് ചെയ്യുന്നുണ്ടായിരിക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളെ പുഷ് ചെയ്യുന്നുണ്ടായിരിക്കുക ഒന്ന് കൂടുതൽ കാര്യത്തിലേക്ക് വരിക എന്നുള്ളത്. സോ എന്താണോ നിങ്ങൾ എന്ത് റീസൺ കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് ഒരുപാട് മാറ്റം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ ഒരുപാട് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഡെഫിനറ്റ്ലി അന്ന് എക്സാക്ട്ലി നിങ്ങൾക്ക് ഒരുപാട് റിട്ടേൺസ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ആഗ്രഹ സാഫല്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ മെന്റലി, ഫൈനാൻഷ്യലി ഒക്കെ വരുന്ന സമയത്ത് ഒരു സ്ട്രെങ്ത്, ഒരു സ്ട്രോങ് അടിത്തറ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ മുന്നോട്ട് വരുന്ന സമയത്ത് സാധിക്കുന്നുണ്ട്. ചില ആഗ്രഹങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഇതുവരെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള ചില കാര്യങ്ങള്, അവർ നിങ്ങൾ കാണണം എന്നൊക്കെ തോന്നിയിട്ടുള്ള, അച്ചീവ് ചെയ്യണം തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആഗ്രഹം അതുപോലെ സക്സസ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ വിഷ് ഫുൾഫിൽമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒന്ന് കൂടുതൽ ആഗ്രഹങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫൈനാൻഷ്യലി ഒക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിലാണ് ഗ്രൂപ്പ് നമ്പർ 3 ഇരിക്കുന്നുണ്ട്. സോ ചില ആളുകളൊക്കെ നിങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും കാണുന്ന സമയത്ത് ഒരിക്കലും വേർതിരിക്കാൻ പറ്റാത്ത ഒരു ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് നിങ്ങൾ. ഓക്കെ, സോ അങ്ങനത്തെ ചില മീറ്റിംഗ്സ് ഉണ്ടാവുന്നുണ്ട്, അങ്ങനത്തെ ചില തിരിച്ചറിവുകൾ ഉണ്ടാവുന്നുണ്ട്. സോ ആരെങ്കിലൊക്കെ നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം, ഓർ നിങ്ങൾക്ക് അങ്ങനെ വരേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു കണ്ടുമുട്ടലുകൾ ലൈഫ് ലോങ്ങിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. സോ ചില കാര്യങ്ങള് ഈവൻ നിങ്ങളുടെ സാഹചര്യം കൊണ്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും ഫൈറ്റിംഗ് മോഡ് നിങ്ങൾ ഓൺ ആവുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഇപ്പൊ എസ്പെഷ്യലി ഫൈനാൻഷ്യലൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റ്, നിങ്ങൾക്ക് ലൈഫിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്സ്, നിങ്ങളുടെ ആഗ്രഹത്തിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്സ്, നിങ്ങൾക്ക് ആളുകളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്സ് ഒക്കെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ചേഞ്ചിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങള്. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മൾട്ടിപ്പിൾ ആയിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ വരിക. പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരേ സമയം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഫിസിക്കലി നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ ഡിസേബിൾ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങളൊരു കുറവല്ല എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്താണോ നിങ്ങളൊരു ഫിസിക്കൽ ചാലഞ്ച് ആയിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതൊക്കെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ,
ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ ശരീരത്തിൽ ഫിസിക്കലിലേക്ക് വരുന്ന സമയത്ത് നല്ല സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. എന്ത് സിറ്റുവേഷനിൽ കൂടിയാണെന്നുണ്ടെങ്കിലും, എത്ര സിവിയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഫിസിക്കലി നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ടൈമിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. സോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കണം. വരയ്ക്കാൻ പഠിക്കുക, എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാൻ പഠിക്കുന്നതായിരിക്കാം, അത് ക്ലോത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കാം, ഓർ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുന്നതായിരിക്കാം, ഡിജിറ്റൽ ആയിട്ടോ ഓർ എന്തെങ്കിലും നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടാലന്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ചില സിറ്റുവേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ പൊതുവെ ലൈക്ക് നിങ്ങൾക്ക് വളരെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ഷനും നിങ്ങളുടെ ഓരോ ഇന്റൻഷനും വേർത്ത് ആണ്. ഓക്കെ, അവിടെ ഒരു ജെന്യൂനിറ്റി ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് റിട്ടേണും ഉണ്ടാവുന്നുണ്ട്. നല്ല ബ്ലെസ്സിങ്ങും നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവിടെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അവിടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റിട്ടേൺ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഗ്രൂപ്പ് നമ്പർ 3 നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.